നമ്മൾ ജീവിക്കുന്നത് ഭയത്തിലാണ്. ഇത് ചെയ്യരുത്, അത് പാപമാണ് എന്ന് പറയുന്ന നിയമങ്ങളുടെ ലോകത്ത്. നൂറ്റാണ്ടുകളായി നമ്മൾ അഭിനയത്തിൻ്റെ മുഖംമൂടികളാണ് അണിഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ ഭാഷ ഭയമല്ല, സ്നേഹമാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ തിരുത്താനുള്ള യാത്രയാണിത്. മോശയും യേശുവും ശത്രുക്കളാണോ? മോശ പരുക്കൻ കല്ലുകൾ കൊണ്ട് അസ്ഥിവാരമിട്ടു. യേശു അതിനു മുകളിൽ സ്നേഹത്തിൻ്റെ ക്ഷേത്രം പണിതു. നിയമം നമ്മെ സംസ്കരിക്കുന്നു, എന്നാൽ സ്നേഹം നമ്മളെ സ്വതന്ത്രരാക്കുകയാണ്. ഈ യാത്രയിൽ നമ്മൾ തിരിച്ചറിയും, സെക്സ് എന്നത് ഒരു പാപമല്ല, അത് ശരീരങ്ങളുടെ സംഗീതമാണെന്ന്. പക്ഷേ അവിടെ തങ്ങി നിൽക്കരുത്. ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക്, സ്നേഹത്തിലേക്ക്, ഒടുവിൽ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വളരണം. സ്നേഹം യാചിക്കുന്ന യാചകരിൽ നിന്ന് സ്നേഹം വർഷിക്കുന്ന മഴമേഘങ്ങളെപ്പോലെ കാരുണ്യത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. അൾത്താരയിലിരിക്കുന്ന ദൈവത്തെക്കാൾ പ്രധാനം കൂടെയുള്ള സഹോദരനാണെന്ന വലിയ സത്യം തേടി മുഖംമൂടികൾ അഴിച്ചുമാറ്റി സ്വന്തം മുഖം സുന്ദരമാകുന്ന ആ അത്ഭുത വിദ്യയിലേക്ക്, ക്രിസ്തു ബോധത്തിലേക്ക് പ്രിയമുള്ള ആത്മ സുഹൃത്തുക്കളെ, നമസ്കാരം. ക്രിസ്തുബോധം എന്ന ഈ അനന്തമായ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്, നിയമത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള പരിവർത്തനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെയും ഒപ്പം മനുഷ്യബോധത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവലയിലാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ രണ്ട് ലോകങ്ങളുണ്ട്. ഒന്നാമത്തേത് നിയമത്തിൻ്റെ ലോകമാണ്. ഇത് ചെയ്യണം, അത് ചെയ്യരുത് എന്ന് നമ്മളോട് ആജ്ഞാപിക്കുന്ന, ഭയത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകം. രണ്ടാമത്തേത് സ്നേഹത്തിൻ്റെ ലോകമാണ്. യാതൊരുവിധ നിർബന്ധനകളുമില്ലാതെ ഉള്ളിൽ നിന്ന് ഒരു ഉറവ പോലെ പൊട്ടിയൊഴുകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം. ചരിത്രത്തിൽ ഈ രണ്ട് ലോകങ്ങളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വലിയ കൊടുമുടികളാണ് മോശയും യേശുവും. നൂറ്റാണ്ടുകളായി മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരുന്നു ഇവർ രണ്ടുപേരും വിപരീതങ്ങളാണെന്ന്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ യുദ്ധത്തിലാണെന്ന് പലരും കരുതുന്നുമുണ്ട്. എന്നാൽ സത്യമതല്ല. ഒരു വലിയ ക്ഷേത്രം പണിയുമ്പോൾ, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊട്ടാരം പണിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക ഭൂമിക്കടിയിൽ ആരും കാണാത്ത ആഴമുള്ള ശക്തമായ ഒരു ഫൗണ്ടേഷൻ ഇടുക എന്നതാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മിനുസമുള്ള വെണ്ണക്കല്ലുകളല്ല, മറിച്ച് പരുക്കൻ പാറക്കല്ലുകളാണ്. അത് കാണാൻ ഭംഗിയുണ്ടാവില്ല, അത് കഠിനമാണ്. പക്ഷേ ആ പരുക്കൻ കല്ലുകൾ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ മുകളിലെ മനോഹരമായ ക്ഷേത്രം അല്ലെങ്കിൽ ആ കൊട്ടാരം അവിടെ നിലനിൽക്കില്ലായിരുന്നു. മോശ എന്നത് ആ ഫൗണ്ടേഷനാണ്. യേശു ആ ക്ഷേത്രവുമാണ്. നിയമത്തിൻ്റെ ആ പരുക്കൻ കല്ലുകൾ മനുഷ്യനെ സംസ്കരിക്കുകയാണ് ചെയ്തത്. മൃഗതുല്യനായിരുന്ന മനുഷ്യനെ ഒരു സമൂഹമായി ജീവിക്കാൻ പഠിപ്പിച്ചു. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് യേശു സ്നേഹത്തിൻ്റെ ഗോപുരങ്ങൾ പണിഞ്ഞത്. പക്ഷെ നമ്മളിൽ പലരും ഇന്നും ആ അസ്ഥിവാരത്തിൽ തന്നെ ജീവിക്കുന്നവരാണ്. നിയമത്തെ ഭയന്ന്, സമൂഹം എന്തു പറയുമെന്ന് ഭയന്ന് നമ്മളെല്ലാവരും സുന്ദരമായ മുഖംമൂടികൾ ധരിച്ചിരിക്കുകയാണ്. ഉള്ളിൽ ദേഷ്യമാണെങ്കിലും പുറമെ നമ്മൾ ചിരിക്കും. ഉള്ളിൽ വെറുപ്പാണെങ്കിലും നമ്മൾ പുറമെ സ്നേഹം അഭിനയിക്കും. കാരണം നിയമം നമ്മളെ അഭിനയിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ യേശു
നമ്മെ ക്ഷണിക്കുന്നത് അഭിനയത്തിലേക്കല്ല, മറിച്ച് അസ്തിത്വത്തിലേക്കാണ്. നിങ്ങളുടെ മുഖം മൂടി മാറ്റൂ എന്ന് അദ്ദേഹം പറയുന്നു. ആ മുഖം മൂടി മാറ്റുമ്പോൾ ഉള്ളിലെ വിരൂപമായ മുഖം പുറത്തു വരുമെന്ന് നമുക്കറിയാം. പക്ഷേ ആ മുഖത്തെ തന്നെ സ്നേഹം കൊണ്ട് സുന്ദരമാക്കുവാനുള്ള ഒരു രാസവിദ്യ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ രാസവിദ്യയെക്കുറിച്ചാണ്. ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള, നിയമത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള, അഭിനയത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള ആ വലിയ മാറ്റത്തെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ യുക്തിയുടെ വാതിലുകൾ അല്പനേരത്തേക്ക് അടച്ചു വയ്ക്കാം. പകരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുക. കാരണം സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൃദയത്തിന് മാത്രമാണ്. നമുക്ക് ആ ഫൗണ്ടേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക്, മോശയിൽ നിന്ന് യേശുവിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഏവർക്കും ക്രിസ്തുബോധത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് നിയമത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാം നിൽക്കുന്നത് ഒരു അൾത്താരയുടെ മുൻപിലാണ്. കയ്യിൽ പൂക്കളുണ്ട്, മനസ്സിൽ പ്രാർത്ഥനയുണ്ട്. എന്നാൽ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് യേശു നമ്മളെ തടയുകയാണ്. നിങ്ങൾക്കകത്ത് കിടക്കാൻ അർഹതയില്ല എന്ന് യേശു പറയുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ആ രഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സുവിശേഷത്തിൽ യേശു പറയുന്നു, നീ നിന്റെ വഴിപാട് അൾത്താരയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് പിണക്കം വല്ലതുമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് തോന്നുകയാണെങ്കിൽ നിന്റെ വഴിപാട് അവിടെ വയ്ക്കുക. ഒന്നാമതായി നീ ചെയ്യേണ്ടത് പോയി നിന്റെ സഹോദരനുമായി ഇണക്കത്തിലാവുക എന്നതാണ്. ഇതൊരു സാധാരണ ഉപദേശമല്ല, ഇതൊരു വിപ്ലവമാണ്. സാധാരണഗതിയിൽ എല്ലാ മതങ്ങളും പറയുന്നത് എല്ലാം മറന്ന് നിങ്ങൾ ദൈവത്തിലേക്ക് വരൂ എന്നാണ്. എന്നാൽ യേശു ഇവിടെ പറയുന്നു, ദൈവത്തെ അവിടെ കാത്തു നിർത്തൂ, മനുഷ്യനാണ് ഇവിടെ പ്രധാനമെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇത്? കാരണം സഹോദരനുമായി വഴക്കിട്ട് ദൈവവുമായി ഇണക്കത്തിലാവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. കാണപ്പെടുന്നതിനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്തതിനെ സ്നേഹിക്കാൻ എങ്ങനെ കഴിയും? ഇവിടെ സഹോദരൻ എന്ന് യേശു ഉദ്ദേശിക്കുന്നത് രക്തബന്ധമുള്ള സഹോദരനെ മാത്രമല്ല, മറിച്ച് നമ്മുടെ അയൽക്കാർ, നമ്മൾ കണ്ടുമുട്ടുന്ന അപരിചിതർ, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ സഹോദരരാണ്. കാരണം നാം എല്ലാം ഒരേ ഉറവിടത്തിൽ നിന്ന് വന്നവരാണ്. നമ്മൾ സഹോദരനുമായി വഴക്കിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമായിരിക്കും. ആ മനസ്സുകൊണ്ട് ഉരുവിടുന്ന പ്രാർത്ഥന വെറും ജൽപ്പനം മാത്രമാണ്. അതൊരിക്കലും ദൈവത്തെങ്കിലേക്ക് എത്തില്ല. അതുകൊണ്ട് അൾത്താരയല്ല പ്രധാനം, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് പ്രധാനം. ദൈവം എന്നതൊരു സങ്കല്പമാണ്, അതൊരു അമൂർത്തമായ സത്യമാണ്. ദൈവത്തിനിവിടെ മുഖമില്ല. നമുക്ക് മനുഷ്യരാശിയെ സ്നേഹിക്കാൻ എളുപ്പമാണ്, എന്നാൽ അയൽക്കാരനെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം മനുഷ്യരാശി എന്നത് ഒരു ആശയമാണ്, അയൽക്കാരൻ എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ്. യേശുവിൻ്റെ ദർശനത്തിൽ ദൈവത്തിന് സ്വന്തമായി കൈകളില്ല. അവൻ നമ്മളെ കെട്ടിപ്പുണരുന്നത് മറ്റൊരു മനുഷ്യൻ്റെ കൈകളിലൂടെയാണ്. ദൈവത്തിന് സ്വന്തമായി ചുണ്ടുകളില്ല. അവൻ നമ്മളെ ചുംബിക്കുന്നത് കാമുകി കാമുകൻ്റെയോ കുട്ടിയുടെയോ ചുണ്ടുകളിലൂടെയാണ്. ദൈവത്തിന് സ്വന്തമായി കണ്ണുകളില്ല. അവൻ നമ്മെ നോക്കുന്നത് സഹജീവികളുടെ കണ്ണിലൂടെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിലേക്കുള്ള ഒരു പാലമാണെന്ന് പറയുന്നത്. നമ്മൾ ആ പാലം തകർത്താൽ പിന്നെ നമുക്ക് അക്കരയ്ക്ക്, അതായത് ദൈവത്തിലേക്ക് കടക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യമുഖവും ദൈവത്തിൻ്റെ ഓരോ അവതാരമാണ്. പ്രശസ്തനായ ഒരു സെൻ ഗുരു, അദ്ദേഹത്തിൻ്റെ പേര് റിൻസായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. ദേഷ്യപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ മുറിയിലേക്ക് കയറി വരികയാണ്. അവൻ ആ വാതിലിൽ ആഞ്ഞടിക്കുന്നു.
ചെരുപ്പുകൾ വലിച്ചെറിയുന്നു. ഇത് കണ്ട് റിൻസായി അവനെ തടഞ്ഞു. അവിടെ നിൽക്കൂ, അകത്ത് കടക്കരുത്. ആദ്യം നീ പോയി ആ വാതിലിനോടും ചെരുപ്പിനോടും മാപ്പ് ചോദിക്കുക. ആ മനുഷ്യൻ അമ്പരന്ന് പോയി. നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? വാതിലൊരു നിർജീവ വസ്തുവല്ലേ? അയാൾ റിൻസായോട് ചോദിച്ചു. റിൻസായി പറഞ്ഞു, നിങ്ങൾക്ക് ആ വാതിലിനോട് ദേഷ്യപ്പെടാമെങ്കിൽ എന്തുകൊണ്ട് അതിനോട് മാപ്പ് ചോദിച്ചുകൂടാ? നിങ്ങൾ ആ വാതിലിൽ ആഞ്ഞടിച്ചപ്പോൾ ആ വാതിലുമായി നിങ്ങളൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. അതൊരു തെറ്റായ ബന്ധമാണ്. ആ മനുഷ്യൻ അവിടെ തരിച്ചുപോയി. വാതിലിനെ തൊട്ട് മാപ്പ് ചോദിച്ചു. ചെരുപ്പുകളെ വണങ്ങി. ആ നിമിഷം അവൻ്റെ കോപം അവിടെ അലിഞ്ഞില്ലാതായി. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു. അവൻ ആ വസ്തുക്കളുമായി ഇണക്കത്തിലായി. ആ ഇണക്കത്തിലൂടെ അവൻ തന്നിലേക്കും ദൈവത്തിലേക്കും തിരിച്ചെത്തി. ഇതാണ് യേശു പറയുന്ന അനുരഞ്ജനം. മനുഷ്യരോട് മാത്രമല്ല, വസ്തുക്കളോടും പ്രകൃതിയോടും നമുക്ക് ഇണക്കം വേണം. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ എഴുത്തുകാരനും തത്വചിന്തകനും പ്രകൃതി സ്നേഹിയുമായിരുന്ന ഹെൻറി ഡേവിഡ് തോറോ ലളിത ജീവിതത്തെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള തൻ്റെ നിലപാടുകളിലൂടെയാണ് ലോകപ്രശസ്തനായത്. അദ്ദേഹം മരിക്കാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മായി അദ്ദേഹത്തോട് ചോദിച്ചു, ഹെൻറി, നീ ദൈവവുമായി ഇണക്കത്തിലായോ എന്ന്. തോറോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മായി, ഞാൻ ദൈവവുമായി ഒരിക്കലും വഴക്കിട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇണങ്ങുന്നതെന്ന്. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ അവസ്ഥ. അവൻ പ്രകൃതിയുമായി എപ്പോഴും പ്രണയത്തിലാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ 24 മണിക്കൂറും വഴക്കിടുകയാണ്. ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, എന്തിന്, നമ്മുടെ കാലാവസ്ഥയോട് പോലും നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരാതികളുമായി ദൈവത്തിൻ്റെ മുന്നിൽ പോയാൽ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ജീവനുണ്ടാവില്ല. എന്തുകൊണ്ടാണ് എല്ലാ മതങ്ങളും പ്രാർത്ഥനയ്ക്കായി പ്രഭാതത്തെ തിരഞ്ഞെടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? രാത്രിയിൽ ഉറങ്ങുമ്പോൾ കുറഞ്ഞപക്ഷം 8 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഈ ലോകവുമായി വഴക്കിടുന്നില്ല. ആ സമയങ്ങളിൽ നമ്മൾ നിഷ്കളങ്കരാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രകൃതി ശുദ്ധവുമാണ്. പക്ഷികൾ പാടുന്നു, പൂക്കൾ വിരിയുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സ് അതെ എന്ന് പറയാൻ പാകപ്പെട്ടിരിക്കുകയായിരിക്കും. ആ നിമിഷമാണ് അനുരഞ്ജനത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അൾത്താരയിലേക്ക് പോകും മുമ്പ് ചുറ്റുമുള്ള ലോകത്തെ ഒന്ന് നോക്കുക. ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അത് തീർക്കുക. ഒരു പൂവിനെയോ മരത്തെയോ മനുഷ്യനെയോ സ്നേഹത്തോടെ ഒന്ന് നോക്കുക. ആ സ്നേഹം നമ്മളെ ദൈവത്തിൻ്റെ വാതിലിലെത്തിക്കും. അപ്പോൾ ആ വാതിൽ താനെ തുറക്കും. ദൈവം ആകാശത്തിലല്ല, അവൻ നിന്റെ സഹോദരൻ്റെ കണ്ണുകളിലാണ് വസിക്കുന്നത്. അവനുമായി ഇണങ്ങാതെ നിനക്കൊരിക്കലും ദൈവത്തെ കാണാനാവില്ല. പ്രാർത്ഥനയ്ക്കുള്ള യോഗ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാന തലത്തിലേക്ക് ഇറങ്ങി വരികയാണ്. യേശുവിൻ്റെ ദർശനത്തിൽ ദൈവത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് ആകാശത്തിലല്ല, മറിച്ച് മണ്ണിലാണ്, ഭൂമിയിലാണ്. അത് തുടങ്ങേണ്ടത് നമ്മുടെ ശരീരത്തിലുമാണ്. നൂറ്റാണ്ടുകളായി മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ലൈംഗികത പാപമാണെന്നും ശരീരത്തെ വെറുക്കാനുമാണ്. എന്നാൽ യേശു പറയുന്നു, ജീവിതത്തോട് അതെ എന്ന് പറയുക എന്ന്. നമ്മൾ ലൈംഗികതയോട് നോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തം നിലനിൽപ്പിനോട് തന്നെയാണ് നോ പറയുന്നത്. കാരണം നമ്മളെല്ലാവരും വന്നത് ലൈംഗികതയിൽ നിന്നാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം ഏതാണ്?
അവൻ പൂക്കളെ സൃഷ്ടിക്കുന്നത് പരാഗണത്തിലൂടെയാണ്. അവൻ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ലൈംഗികതയിലൂടെയാണ്. ദൈവത്തിനൊരിക്കലും ലൈംഗികത പാപമായിരുന്നില്ല. ആയിരുന്നുവെങ്കിൽ അവൻ ഈ സൃഷ്ടികർമ്മത്തിനു വേണ്ടി മറ്റൊരു വഴി കണ്ടെത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ രതിയെ നിഷേധിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ, ആ രീതിയെ നിഷേധിക്കലാണ്. നമ്മുടെ ശരീരം എന്നത് ആത്മാവിൻ്റെ ആലയമാണ്. രതി എന്നത് ആ ആലയത്തിൻ്റെ വാതിലുകളിൽ ഒന്ന് മാത്രമാണ്. അതൊരിക്കലും മോശമല്ല, അത് പ്രകൃതിദത്തമാണ്. അതിനെ നമ്മൾ അടിച്ചമർത്തരുത്. അടിച്ചമർത്തിയാൽ അത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അത് വികൃതമായ രൂപങ്ങൾ പ്രാപിക്കും. നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടായിരിക്കും ലൈംഗികത ഇത്രയധികം സുഖവും ആനന്ദവും നമുക്ക് നൽകുന്നതെന്ന്? കാരണം ആ നിമിഷത്തിൽ രണ്ട് ശരീരങ്ങൾ ഒന്നാകുകയും രണ്ട് വ്യത്യസ്ത വ്യക്തികൾ, രണ്ട് വ്യത്യസ്ത ഊർജങ്ങൾ ഒരു നിമിഷത്തേക്ക് തങ്ങളുടെ അതിരുകളെ മായ്ച്ചു കളയുകയും ചെയ്യും. സംഗീതത്തിൽ താളമുള്ളതുപോലെ രണ്ട് ശരീരങ്ങൾ ഒരേ താളത്തിൽ ചലിക്കുകയാണ് അവിടെ. ആ ലയനത്തിൽ ഒരു നിമിഷത്തേക്ക് നമ്മൾ നമ്മളെ തന്നെ മറക്കുന്നു. നമ്മുടെ അഹങ്കാരം അവിടെ അപ്രത്യക്ഷമാകും. സമയം അവിടെ നിശ്ചലമാകും. ആ ഒന്നാകലാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. രതിമൂർച്ചയിൽ ലഭിക്കുന്ന ആനന്ദം യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ദൈവത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന അതേ നിർവൃതിയുടെ ഒരു ചെറിയ തുള്ളി പ്രകൃതി സെക്സിലൂടെ നമുക്ക് രുചിച്ചു നോക്കുവാൻ തരുകയാണ് ഇവിടെ. നോക്കൂ, ശാരീരിക ലയനം ഇത്ര സുന്ദരമാണെങ്കിൽ ദൈവവുമായുള്ള ആ ലയനം എത്ര മനോഹരമായിരിക്കുമെന്ന് പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിലൂടെ. സെക്സ് മനോഹരമാണ്, പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. അത് ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള ഒരു ഇണക്കമാണ്. നമ്മുടെ ശരീരം ഒരു വലിയ കൊട്ടാരമാണെന്ന് സങ്കല്പിച്ചാൽ ആ കൊട്ടാരത്തിൽ 1000 മുറികളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും താഴെ പ്രകാശം കുറഞ്ഞ ഒരു മുറിയാണ് ലൈംഗികത എന്നത്. ഭൂരിഭാഗം മനുഷ്യരും ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും ആ ഇരുണ്ട മുറിയിൽ മാത്രമാണ്. അവർ കരുതുന്നു ഇതാണ് ജീവിതം, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന്. ശരീരം എന്നത് ക്ഷേത്രത്തിൻ്റെ പടിപ്പുര മാത്രമാണ്. ശ്രീകോവിൽ അതല്ല. നമ്മൾ പടിപ്പുരയിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ശ്രീകോവിലിലെ വിഗ്രഹം കാണാൻ കഴിയില്ല. സെക്സ് എന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അവിടെ നമ്മൾ തങ്ങി നിൽക്കരുത്. അത് കടന്നു പോകുവാനുള്ള ഒരു വഴി മാത്രമാണ്, അല്ലാതെ നമുക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു വീടല്ല അത്. രണ്ട് ശരീരങ്ങൾ എത്രയൊക്കെ ഒന്നാകാൻ ശ്രമിച്ചാലും അവയ്ക്ക് പൂർണ്ണമായും ഉരുകിച്ചേരാൻ കഴിയില്ല. കാരണം ശരീരം ഘനമുള്ളതാണ്. അതുകൊണ്ടാണ് സെക്സ് നൽകുന്ന സുഖം ക്ഷണികമാകുന്നത്. അത് പെട്ടെന്ന് അവസാനിക്കുന്നു. അത് അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കാകും. വീണ്ടും പഴയ ശൂന്യത നമുക്ക് അനുഭവപ്പെടും. ലൈംഗികതയും സ്നേഹവും തമ്മിലുള്ള ബന്ധമെന്നത് ഒരു മുട്ടയും അതിനുള്ളിലെ കോഴിക്കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ്. സെക്സ് എന്ന മുട്ടയ്ക്കുള്ളിലാണ് സ്നേഹമെന്ന കുഞ്ഞ് വളരുന്നത്. മുട്ട ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ്. പക്ഷേ കുഞ്ഞു വളർന്നു കഴിഞ്ഞാൽ മുട്ടയുടെ തോട് പൊട്ടണം, കുഞ്ഞ് പുറത്തു വരണം. മുട്ട പൊട്ടിക്കാൻ ഭയന്നാൽ കുഞ്ഞ് അതിനുള്ളിൽ കിടന്ന് മരിക്കും. ഇന്നത്തെ ലോകം, പ്രത്യേകിച്ച് പാശ്ചാത്യർ, കരുതുന്നത് ലൈംഗികതയും സ്നേഹവും ഒന്നാണെന്നാണ്. അവർ സെക്സിനെ ആഘോഷിക്കുകയാണ് ചെയ്യാറ്, പക്ഷേ അത് സ്നേഹത്തിലേക്ക് വളരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ബന്ധങ്ങൾ മിക്കവാറും വേഗത്തിൽ തകരുന്നത്. ലൈംഗികത ആവർത്തിക്കുമ്പോൾ ഒരുതരം മടുപ്പ് വരും. എന്നാൽ യഥാർത്ഥ സ്നേഹം ഒരിക്കലും നമുക്ക് മടുപ്പുണ്ടാക്കില്ല. പ്രിയമുള്ളവരെ, ഒരിക്കലും രതിയെ നിങ്ങൾ നിഷേധിക്കരുത്. മറിച്ച് അതിനെ ആഘോഷിക്കുക.
പക്ഷെ അതിൽ തൃപ്തനാകരുത്. ശരീരങ്ങളുടെ ഇണക്കത്തിൽ നിന്ന് മനസ്സുകളുടെ ഇണക്കത്തിലേക്ക്, അതായത് സ്നേഹത്തിലേക്ക് വളരാൻ തയ്യാറെടുക്കുക. ലൈംഗികത എന്നത് ക്ഷേത്രത്തിൻ്റെ പടിപ്പുരയാണ്. അവിടെ ചെരുപ്പുകൾ അഴിച്ചു വയ്ക്കാം, പക്ഷെ അവിടെ തന്നെ കിടന്നുറങ്ങരുത്. അതിനകത്തേക്ക് കടന്നു പോവുക. നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ശരീരങ്ങളുടെ ഇണക്കത്തെക്കുറിച്ചാണ്. എന്നാൽ മനുഷ്യൻ വെറുമൊരു ശരീരം മാത്രമല്ല, അവനൊരു മനസ്സുണ്ട്, വികാരങ്ങളുണ്ട്. ശരീരങ്ങൾ തമ്മിലുള്ള ഇണക്കം ക്ഷണികമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതൊരു തീപ്പൊരി പോലെയാണ്, പെട്ടെന്ന് കത്തുകയും പെട്ടെന്ന് തന്നെ അണയുകയും ചെയ്യും. എന്നാൽ സ്നേഹം അങ്ങനെയല്ല. അതൊരു നിലവിളക്ക് പോലെയാണ്. അത് ശാന്തമായി ദീർഘനേരം പ്രകാശിക്കും. സെക്സ് എന്നത് രണ്ട് ശരീരങ്ങൾ തമ്മിലുള്ള പൊരുത്തപ്പെടലും സ്നേഹമെന്നത് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തപ്പെടലുമാണ്. രതി എന്നത് ജൈവികമാണ്, സ്നേഹം മാനസികവുമാണ്. നമ്മുടെ ശരീരത്തിന് അതിരുകളുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ശരീരങ്ങൾക്കൊരിക്കലും പൂർണ്ണമായും ഒന്നാകാൻ കഴിയില്ല. എന്നാൽ മനസ്സെന്നത് ദ്രാവകം പോലെയാണ്. രണ്ട് മനസ്സുകൾക്ക് വെള്ളവും പാലും പോലെ ഒന്നിച്ചു ചേരുവാൻ കഴിയും. അതുകൊണ്ടാണ് സ്നേഹം രതിയേക്കാൾ ആഴമേറിയതും കൂടുതൽ സമയം നിലനിൽക്കുന്നതുമാകുന്നത്. സെക്സ് ഒരു വാദ്യമേളത്തിൻ്റെ ശബ്ദം പോലെ ഉച്ചത്തിലുള്ളതും ആവേശകരമായതുമാണ്. എന്നാൽ സ്നേഹം ഒരു ഓടക്കുഴൽ നാദം പോലെ മൃദുവായതും ആത്മാവിനെ തൊടുന്ന സംഗീതം പോലെയുമാണ്. ഇവിടെ ആവേശം കുറയും, പക്ഷേ ആനന്ദം കൂടും. ഇന്നത്തെ ലോകം, പ്രത്യേകിച്ച് പാശ്ചാത്യ മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നാണ്. ഇതൊരു വലിയ അബദ്ധമാണ്. ദമ്പതികൾ പലപ്പോഴും പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹമാണ്, പക്ഷേ പഴയതുപോലെ ലൈംഗിക ആകർഷണം തോന്നുന്നില്ല എന്നല്ല. തമ്മിലുള്ള സ്നേഹം കുറഞ്ഞോ എന്ന് അവർ ഭയപ്പെടുകയാണ് ഇവിടെ. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. രതിയും സ്നേഹവും വിപരീത അനുപാതത്തിലാണുള്ളത്. നമ്മൾ ഒരാളുമായി ആഴത്തിൽ സ്നേഹത്തിലാകുമ്പോൾ ശാരീരികമായ ആസക്തി കുറഞ്ഞു വരും. കാരണം സെക്സിനേക്കാൾ ഉയർന്ന ഒരു ലഹരി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ കാരണം. താഴ്ന്നത് ലഭിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും. എന്നാൽ ഉയർന്നത് ലഭിക്കുമ്പോൾ പിന്നെ നമുക്ക് താഴ്ന്നതിലേക്ക് പോകേണ്ട ആവശ്യം അവിടെ കുറയുകയാണ്. നമ്മളവിടെ തൃപ്തരാകുകയാണ്. ആ തൃപ്തിയാണ് ലൈംഗികതയുടെ ആവശ്യത്തെ കുറയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളാരും ഭയപ്പെടേണ്ടതില്ല. അത് വളർച്ചയുടെ ലക്ഷണമാണ്. ഈ ലോകമെന്നത് ഒരു നാടകത്തിൻ്റെ സ്റ്റേജ് പോലെയാണ്. നാം എല്ലാവരും അഭിനയിക്കുന്നവരും. രണ്ട് യാചകർ തമ്മിൽ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. രണ്ടുപേരും അവരുടെ ഭിക്ഷാപാത്രം പുറകിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് തങ്ങളുടെ രാജാക്കന്മാരാണെന്ന് അഭിനയിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ സ്നേഹത്തിൻ്റെ വലിയ ശേഖരമുണ്ടെന്ന് കാമുകൻ പറയുമ്പോൾ കാമുകിയും അത് തന്നെ പറയും. വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ ഇവർ ഈ അഭിനയം തുടരും. നീ എന്നെ സന്തോഷിപ്പിക്കും എന്ന് അവനും, നീ എന്നെ സന്തോഷിപ്പിക്കുമെന്ന് അവളും കരുതും. യഥാർത്ഥത്തിൽ രണ്ടുപേരും യാചകരാണിവിടെ. രണ്ടുപേരും ആവശ്യക്കാരാണ്. ആരുടെയും കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. കുറച്ചു കഴിയുമ്പോൾ സത്യം പുറത്തു വരും. ഭിക്ഷാപാത്രം വെളിയിൽ വരും. നീ എന്നെ വഞ്ചിച്ചു, നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം വെറുക്കാൻ തുടങ്ങും. ഇതാണ് മിക്കവാറും എല്ലാ പ്രണയബന്ധങ്ങളും സ്നേഹദേശബന്ധങ്ങൾ, അതായത് ലവ് ഹേറ്റ് റിലേഷൻഷിപ്പായി മാറാൻ കാരണം. നമ്മൾ സ്വയം നിറയാതെ മറ്റൊരാളിൽ നിന്ന് സ്നേഹം യാചിക്കരുത്. യാചകർക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ശാരീരികമായ ആകർഷണത്തിൽ നിന്ന് മാനസികമായ അടുപ്പത്തിലേക്ക്, സ്നേഹത്തിലേക്ക് വളരാൻ നമ്മൾ തയ്യാറാകണം. ഓർക്കണം, സ്നേഹവും അവസാനത്തെ പടിയല്ല. സ്നേഹമെന്ന പക്ഷിക്കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ അത് പുതിയൊരു മുട്ടയായി മാറും. ആ സ്നേഹത്തിനുള്ളിൽ പ്രാർത്ഥന എന്ന പുതിയൊരു ജീവൻ വളരും.
സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ അത് പ്രാർത്ഥനയായി മാറും. അതാണ് നമ്മുടെ അടുത്ത ഘട്ടം. പ്രിയമുള്ളവരെ, സ്നേഹത്തെ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. അത് നമുക്ക് വേദന നൽകും, കാരണം അത് വളർച്ചയാണ്. ഒരു യാചകനാകാതെ ചക്രവർത്തിമാരെ പോലെ സ്നേഹം പങ്കുവയ്ക്കാൻ നമ്മൾ പഠിക്കണം. ഒരിക്കലും അതിനെ ആവശ്യപ്പെടാതിരിക്കുക, മറിച്ച് ധാരാളമായി കൊടുക്കുക. അപ്പോൾ സ്നേഹം പ്രാർത്ഥനയായി മാറും. രണ്ട് യാചകർക്ക് ഒരിക്കലും തമ്മിൽ സ്നേഹിക്കാൻ കഴിയില്ല. സ്വന്തം ഉള്ളിൽ സ്നേഹം നിറയ്ക്കുക, അത് പങ്കുവയ്ക്കുക. അതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾ ശരീരങ്ങളുടെ ഇണക്കത്തെക്കുറിച്ചും മനസ്സുകളുടെ ഇണക്കത്തെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമ്മൾ ആത്മാവിൻ്റെ ഇണക്കത്തിലേക്ക്, അതായത് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മറ്റൊരാളില്ല. ഇവിടെ നമ്മൾ മാത്രമാണുള്ളത്. നമ്മളും ഈ പ്രപഞ്ചവും മാത്രം. രതിയിൽ നിന്ന് സ്നേഹം ജനിച്ചതുപോലെ സ്നേഹത്തിൽ നിന്ന് പ്രാർത്ഥന ജനിക്കുകയാണ്. സ്നേഹം മനോഹരമാണ്, പക്ഷെ അതിനും പരിമിതികളുണ്ട്. സ്നേഹത്തിൽ എപ്പോഴും രണ്ടാളുകളുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ രണ്ട് എന്ന അവസ്ഥ അവിടെ ഇല്ലാതാകുകയാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം വളരുന്നു. ആ ഗർഭപാത്രം കുഞ്ഞിന് സ്വർഗമാണ്. പക്ഷേ 9 മാസം കഴിയുമ്പോൾ കുഞ്ഞ് വലുതാകുകയും അപ്പോൾ ചെറുതായ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞിന് പുറത്തു വന്നേ തീരും. അതുപോലെയാണ് സ്നേഹം എന്ന ഗർഭപാത്രത്തിൽ നമ്മുടെ ആത്മാവ് വളരുകയാണ്. ഒരു ദിവസം അത് സ്നേഹത്തേക്കാൾ വലുതാകും. അപ്പോൾ സ്നേഹം അപ്രത്യക്ഷമായി അവിടെ പ്രാർത്ഥന ജനിക്കും. ഇതൊരു പള്ളിയിലോ അമ്പലത്തിലോ പോയി ചൊല്ലുന്ന മന്ത്രമല്ല. ഇതൊരു അവസ്ഥയാണ്. ഒരു പൂ അതിൻ്റെ സുഗന്ധം പരത്തുന്നത് പോലെ നമുക്ക് ചുറ്റും സ്നേഹം പരത്തുന്ന അവസ്ഥയാണിത്. ആരെങ്കിലും അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പൂവ് സുഗന്ധം പരത്തിക്കൊണ്ട് തന്നെയിരിക്കും. അതാണ് പ്രാർത്ഥന. യേശു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറയുന്നു, ഉവ്വ് കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യേശു വീണ്ടും അതേ ചോദ്യം ചോദിക്കുന്നു, മൂന്നാമതും ചോദിക്കുന്നു. യേശുവിന് ഓർമ്മക്കുറവുണ്ടായിട്ടാണോ ഇത്? ഒരിക്കലുമല്ല. ഇവിടെയാണ് ബൈബിളിൻ്റെ ഇംഗ്ലീഷ് മലയാളം വിവർത്തനങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ അർത്ഥമുള്ളത്. യേശു സംസാരിച്ചത് ഗ്രീക്ക് അരാമിക് പശ്ചാത്തലത്തിലാണ്. പത്രോസിനോട് യേശുവിടെ ആദ്യം ഉപയോഗിച്ച വാക്ക് അഗാപ്പോ എന്നാണ്. അഗാപ്പോ എന്നാൽ സ്നേഹമെന്നല്ല, കാരുണ്യമെന്നാണ് അർത്ഥം. അതൊരു ബന്ധമല്ല, അതൊരു അവസ്ഥയാണ്. യേശു ചോദിച്ചത് ഇതാണ്, പത്രോസേ, നിന്റെ സ്നേഹം ഒരു പ്രാർത്ഥനയായി മാറിയോ? നീ എന്നെ ഒരു വ്യക്തിയായിട്ടാണോ അതോ ദൈവമായിട്ടാണോ സ്നേഹിക്കുന്നത്? അഗാപ്പോ എന്നാൽ പകരമൊന്നും പ്രതീക്ഷിക്കാത്ത, നിർബന്ധനകളില്ലാത്ത സ്നേഹമാണ്. പത്രോസ് യേശുവിൻ്റെ ചോദ്യം കേട്ടു, പക്ഷെ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പത്രോസ് മറുപടി നൽകിയത് ഫീലോ എന്ന വാക്കുപയോഗിച്ചാണ്. ഫീലോ എന്നാൽ സൗഹൃദമെന്നാണ്. അതൊരു സാധാരണ മാനുഷിക സ്നേഹമാണ്. യേശു ചോദിക്കുന്നു, നിനക്കെന്നോട് ഭക്തിയുണ്ടോ? പത്രോസ് പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. രണ്ടുപേരും ഇവിടെ രണ്ട് തലങ്ങളിലാണ് സംസാരിക്കുന്നത്. യേശു ആകാശത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, പത്രോസ് ഭൂമിയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമതും യേശു അഗാപ്പോ എന്ന് ചോദിച്ചു. പത്രോസ് വീണ്ടും ഫീലോ എന്ന് മറുപടി നൽകി. മൂന്നാമതും ചോദിച്ചപ്പോൾ പത്രോസിന് ദേഷ്യം വന്നു. അവൻ ചിന്തിച്ചു, എൻ്റെ ഗുരുവിന് ചെവി കേൾക്കില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്തിനാ വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നതെന്ന്. സത്യത്തിൽ പത്രോസ് ഇവിടെ അബോധാവസ്ഥയിലാണ്. അവന് യേശുവിൻ്റെ ഉയരം കാണാൻ കഴിയുന്നില്ല. പിന്നീട് യേശു ചോദ്യം മാറ്റി. ഇത്തവണ അദ്ദേഹം അഗാപ്പോ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. പകരം അദ്ദേഹം ഫീലോ എന്ന വാക്ക് ഉപയോഗിച്ചു. അദ്ദേഹം ചോദിച്ചു, പത്രോസേ, നിനക്കെന്നോട് സൗഹൃദമുണ്ടോ? പത്രോസ് അവിടെ സമാധാനിച്ചു.
അതെ, അതുണ്ട് കർത്താവേ എന്ന് മറുപടി പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ശിഷ്യന് ഗുരുവിൻ്റെ തലത്തിലേക്ക്, അതായത് അഗാപ്പോ തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഗുരു ശിഷ്യൻ്റെ തലത്തിലേക്ക്, ഫീലോ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇതാണ് യഥാർത്ഥ കാരുണ്യം. കുട്ടിക്ക് കണക്ക് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ കുട്ടിയുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നത് പോലെ യേശു ഇവിടെ മനസ്സിലാക്കി പത്രോസിനെയും വളരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അവന് സൗഹൃദം മാത്രമേ നൽകാൻ കഴിയൂ. അതുകൊണ്ട് യേശു പറഞ്ഞു, പത്രോസേ, നീ പോയി എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്നത് നിർബന്ധിച്ച് ഉണ്ടാക്കാവുന്ന ഒന്നല്ല. അത് നമ്മിലെ സ്നേഹം പക്വത പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് കാത്തിരിക്കുക, സ്നേഹിക്കുക, വളരുക. ദൈവം നമ്മോട് ചോദിക്കുന്നത് അഗാപ്പോയാണ്. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഫീലോ മാത്രമാണെങ്കിൽ അവൻ അതും സ്വീകരിക്കും. അതാണ് അവൻ്റെ കരുണ. നമ്മൾ കണ്ടത് യേശുവും പത്രോസും തമ്മിലുള്ള സംഭാഷണമാണ്. പത്രോസിന് മനസ്സിലാകാത്ത ആ അഗാപ്പോ എന്താണെന്ന് നമ്മൾ വിശദീകരിക്കുകയാണ്. അതിനെ നമുക്ക് കാരുണ്യമെന്ന് വിളിക്കാം. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അലിവെന്ന അർത്ഥത്തിലല്ല. ഇത് സ്നേഹത്തിൻ്റെ തീവ്രമായ പൊള്ളാത്ത അഗ്നിയാണ്. ഇംഗ്ലീഷിൽ പാഷൻ അഥവാ ആസക്തി എന്നും കമ്പാഷൻ അഥവാ കാരുണ്യമെന്നും പറയും. രണ്ടും ഒരേ വേരിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാഷൻ അഥവാ ആസക്തി എന്നത് ഒരു ബന്ധനമാണ്. അത് നമ്മളെ മറ്റൊരാളുമായി കെട്ടിയിടുകയാണ്. അവിടെ വേദനയുണ്ട്. കമ്പാഷൻ അഥവാ കാരുണ്യമെന്നത് ആസക്തിയുടെ ശുദ്ധീകരിക്കപ്പെട്ട രൂപമാണ്. ആസക്തി എന്നത് നിയന്ത്രണമില്ലാത്ത കാട്ടുതീ പോലെയാണ്. അത് നമ്മളെയും മറ്റുള്ളവരെയും ചുട്ടുപഴുപ്പിക്കും. എന്നാൽ കാരുണ്യമെന്നത് ഒരു വിളക്കിലെ നാളം പോലെയാണ്. അത് പ്രകാശം നൽകും, പക്ഷെ പൊള്ളിക്കില്ല. ആസക്തിയിൽ ഞാനെന്ന ഭാവമുണ്ട്, കാരുണ്യത്തിൽ ഞാനെന്ന ഭാവം തീരെയില്ല. ആസക്തിയിൽ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. കാരുണ്യത്തിൽ നമ്മൾ പൂർണ്ണമായും സ്വതന്ത്രരാണ്. നമുക്ക് ഒറ്റയ്ക്കിരുന്നാലും മറ്റുള്ളവരോടൊപ്പമാണെങ്കിലും ആനന്ദിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലല്ല ഉള്ളത്. ഭാര്യ ഭർത്താക്കന്മാരോ കാമുകി കാമുകന്മാരോ തമ്മിലുള്ള പ്രശ്നം എന്താണ്? രണ്ടുപേരും യാചകരാണ്. ഭർത്താവ് കരുതുന്നു എൻ്റെ സന്തോഷം ഭാര്യയുടെ കയ്യിലാണ്, ഭാര്യ കരുതുന്നു എൻ്റെ സന്തോഷം ഭർത്താവിൻ്റെ കയ്യിലാണെന്ന്. രണ്ടുപേരും പരസ്പരം ഭിക്ഷ യാചിക്കുകയാണ്. ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരെ തന്നെ നമ്മൾ വെറുക്കുകയും ചെയ്യും. ഇതൊരു വിരോധാഭാസമാണ്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കാരണം ആരെയാണോ നമ്മൾ ആശ്രയിക്കുന്നത് അവർക്ക് നമ്മുടെ മേൽ അധികാരമുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു മാറ്റുന്ന വ്യക്തിയെ, അത് കാമുകിയോ കാമുകനോ ഭാര്യയോ ഭർത്താവായാലും, നമ്മൾ അബോധമായി അവരെ വെറുക്കാൻ തുടങ്ങും. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നത് ഒരിക്കലും സ്നേഹമല്ല, അത് അടിമത്തമാണ്. പ്രിയമുള്ളവരെ, കാരുണ്യമെന്നത് കിട്ടുവാനുള്ള ആഗ്രഹമല്ല, മറിച്ച് കൊടുക്കുവാനുള്ള ആഗ്രഹമാണ്. നമ്മൾ സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയുമ്പോൾ നമുക്കത് പങ്കുവയ്ക്കാതിരിക്കാൻ കഴിയില്ല. ഒരു പൂ വിരിഞ്ഞാൽ അതിന് സുഗന്ധം പരത്താതിരിക്കാൻ കഴിയില്ലാത്തതുപോലെയാണ്. ഒരു മഴമേഘത്തെ സങ്കല്പിച്ചാൽ അത് വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് താഴേക്ക് നോക്കി ഇവിടെ നല്ലവരുണ്ടോ എങ്കിൽ മാത്രമേ ഞാൻ പെയ്യുകയുള്ളൂ എന്ന് പറയുമോ? ഒരിക്കലുമില്ല. അത് പാപികളിലും പുണ്യവാളന്മാരിലും പാറയിലും വയലിലും ഒരുപോലെ പെയ്യും. കാരണം പെയ്യുക എന്നത് മേഘത്തിൻ്റെ ആവശ്യമാണ്. അതുപോലെ യേശു സ്നേഹിക്കുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, അദ്ദേഹം സ്നേഹം കൊണ്ട് നിറഞ്ഞതുകൊണ്ടാണ്. നമ്മളിപ്പോൾ യാചകൻ എന്ന അവസ്ഥയിൽ നിന്ന് ചക്രവർത്തി എന്ന അവസ്ഥയിലേക്ക് മാറുന്നുവോ, അപ്പോൾ അവിടെയാണ് കാരുണ്യം ജനിക്കുന്നത്.
അപ്പോൾ നമ്മൾ സ്നേഹം ചോദിച്ച് നടക്കില്ല, സ്നേഹം കൊടുത്തു തുടങ്ങും. പ്രശസ്ത ചിന്തകനായ മൗറീസ് നിക്കോൾ പറയുന്നത്, നാം നമ്മെ കണ്ടുപിടിക്കുന്നത് നിർത്തുമ്പോൾ മറ്റുള്ളവരെ കണ്ടുപിടിക്കുന്നതും നമ്മൾ നിർത്തുമെന്നാണ്. നമ്മളെപ്പോഴും അഭിനയിക്കുകയാണ്, അല്ലേ? ഇല്ല എന്ന് വാദിച്ചാലും അത് ശരിയാവില്ല. കാരണം ഞാൻ നല്ലവനാണ്, ഞാൻ മിടുക്കനാണ് എന്നുള്ള അഭിനയം നമ്മൾ ഇവിടെ നിർത്തണം. നമ്മൾ ആ അഭിനയം നിർത്തുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ മുൻവിധികളും ഇല്ലാതാവും. നമ്മൾ നമ്മളായി മാറുമ്പോൾ മറ്റുള്ളവരെയും അവരുടെ തനതായ രൂപത്തിൽ കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ അവിടെ വിധികളില്ല, അവിടെ സ്വീകാര്യത മാത്രമേയുള്ളൂ. ആ സ്വീകാര്യതയാണ് കാരുണ്യമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ആസക്തിയിൽ നിന്ന് മോചിതരാകുക. മറ്റുള്ളവരെ നമ്മുടെ സന്തോഷത്തിനുള്ള ഉപകരണങ്ങളാക്കി ഒരിക്കലും മാറ്റാതിരിക്കുക. അതിനു പകരം ഒരു മഴമേഘത്തെ പോലെ നിറഞ്ഞൊഴുകുന്ന സ്നേഹമായി മാറുക. അതാണ് യേശുവിൻ്റെ വഴി, അതാണ് ക്രിസ്തുബോധം. കഴിഞ്ഞ കുറച്ചു സമയം കൊണ്ട് നമ്മൾ സഞ്ചരിച്ചത് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലങ്ങളിലൂടെയാണ്. മോശയുടെ നിയമങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ സംസ്കരിച്ചതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ നിയമം എന്നത് ഭയമാണ്. യേശു നമ്മളെ വിളിക്കുന്നത് ഭയത്തിലേക്കല്ല, മറിച്ച് സ്നേഹത്തിലേക്കാണ്. അതുപോലെ തന്നെ അനുരഞ്ജനത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. തൻ്റെ കണ്ണിന് മുന്നിലുള്ള സഹോദരനെ സ്നേഹിക്കാതെ അൾത്താരയിലുള്ള ദൈവത്തെ കാണാൻ കഴിയില്ല എന്ന സത്യത്തെ നാം അറിഞ്ഞു. രതിയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്നും ശരീരങ്ങളുടെ ക്ഷണികമായ ലയനത്തിൽ നിന്ന് ആത്മാക്കളുടെ നിത്യമായ ലയനത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് എങ്ങനെ വളരാമെന്നും കാരുണ്യത്തിൻ്റെ മഴമേഘം പാപിയെന്നോ പുണ്യവാളനെന്നോ നോക്കാതെ പെയ്യുന്ന സ്നേഹത്തിൻ്റെ മഴയാണെന്നും നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തുബോധത്തിൻ്റെ ഇന്നത്തെ ചിന്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ഇനിയാണ് യഥാർത്ഥ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. അടുത്ത ഭാഗങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് ആന്തരിക വ്യഭിചാരത്തെക്കുറിച്ചാണ്. പ്രവൃത്തിയിലല്ല, ചിന്തയിലാണ് പാപം ഇരിക്കുന്നതെന്ന സത്യത്തെക്കുറിച്ചും ഊർജത്തിൻ്റെ രാസവിദ്യയെക്കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ കോപത്തെയും വെറുപ്പിനെയും സ്വർണമാക്കി മാറ്റുന്നതെന്നും നമ്മൾ സംസാരിക്കും. തിന്മയെ എതിർക്കാതിരിക്കുക എന്ന യേശുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പനയെക്കുറിച്ച്, ആ വലിയ രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര നമുക്ക് തുടരാം. ഇതുവരെ എന്നോടൊപ്പം കൂടെയുണ്ടായിരുന്നതിന് ഒത്തിരി നന്ദി. സ്നേഹം നിറയട്ടെ, പ്രകാശിക്കട്ടെ. നന്ദി, നമസ്കാരം.